നമുക്ക് അലീനയുടെയും മണിശങ്കറിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് അലീനയും മണിശങ്കറും കൂടെ രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അലീനയോട് മണിശങ്കർ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അലീനയുടെ ഓർഫനേജിലെ കാര്യങ്ങളൊക്കെ അലീന മണിശങ്കറിന്റെ മുന്നിൽ പറയുന്നുണ്ട്. തന്റെ മനസ്സ് തുറക്കുകയാണ് അലീന. താന് അവിടെ വളർന്ന സാഹചര്യത്തെക്കുറിച്ചും എല്ലാം പറയാണ്. ബ്രിജിത്ത മമ്മിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അലീനയുടെ കണ്ണൊക്കെ അറിയാമെന്ന് അറിഞ്ഞു വന്നു. അത് മണിശങ്കർ ശ്രദ്ധിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, താനും രേവതിക്കുട്ടിയും ചിന്നിമോളും ഒക്കെയുള്ള ആ ഒരു ചെറിയ ലോകത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു അലീനയ്ക്ക്. അത് മാത്രമല്ല, ഒരിക്കലും അലീന പ്രതീക്ഷിച്ചില്ല തനിക്കൊരു അമ്മയെ കിട്ടുമെന്നും. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. പിന്നീട് അലീന ഉള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അമ്മയെക്കുറിച്ച് എനിക്കറിയാം, പക്ഷെ മനുവേട്ട, അച്ഛനെ കുറിച്ച് എനിക്ക് ഇതുവരെയായിട്ടും ഒന്നും അറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ടോ എങ്ങനെയാണെന്നും എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, എന്താണെങ്കിലും അമ്മയെ കിട്ടിയില്ലോ എന്ന് പറയണം. അതെ, ഓർഫനേജ് വളരുന്ന ഓരോരുത്തരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? അവരുടെ അച്ഛനെയും അമ്മയും കാണുക എന്നുള്ളതാണ്. ഒരു പക്ഷേങ്കിലും മറ്റു കുട്ടികൾ നടക്കുന്ന പോലെ അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പേരൻസ് മീറ്റിങ്ങിനൊക്കെ മറ്റു കുട്ടികളുടെ അച്ഛനമ്മമാര് വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഞങ്ങൾക്കും അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും എല്ലാത്തിനും വന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിയായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇപ്പൊ നിനക്ക് അമ്മയുണ്ടല്ലോ, അതെ കൂടെ പുറപ്പോളുണ്ട്, ഈ ഞാനില്ലേ, പിന്നെ നീ ഇനി എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയിരുന്നില്ല മനുവേട്ട. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുന്നോ, ഇങ്ങനെ ഒരച്ഛനെ കിട്ടുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിപ്പം അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഒരച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട്, വാത്സല്യം കിട്ടുന്നുണ്ട്. എനിക്ക് അത് മതി. എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെയാ നോക്കുന്നേ. സ്വന്തം അച്ഛൻ അല്ലായിരുന്നിട്ട് കൂടി അച്ഛൻ എന്നെ നോക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു പക്ഷേങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്നെ ആ സെക്കൻഡിൽ അവിടെ നിന്ന് അടിച്ചിറക്കണം. മനുവേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അത് ശരിയാ, അങ്കിളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല. തന്റെ ഭാര്യയുടെ കാമുകനുണ്ടായ ആ കുട്ടിയെ നോക്കാന്ന് പറഞ്ഞാൽ അതത്ര എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല. ഈ സമയത്ത് അലീന പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അപ്പടി അനുസരിക്കുന്നേ. അച്ഛന്റെ വാക്കുകൾ ധിക്കരിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഒട്ടും ചെയ്യാനും പോകുന്നില്ലെന്ന് പറയണം. കാരണം അമ്മയുടെ മോളാണ് ഞാനെന്നുള്ള കാര്യം അമ്മയോട് വെളിപ്പെടുത്തുന്ന കാര്യം മനുവേട്ടൻ പറഞ്ഞിട്ട് പോലും ഞാൻ അതുകൊണ്ടാണ് എതിർത്തേന്ന് പറയണം. അങ്ങനെ അവര് സംസാരിച്ച് പോകുന്ന സമയത്ത് മനുഷ്യങ്ങളോട് ഞാൻ, അതെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്തേലും കഴിച്ചിട്ട് പോവാന്ന് പറയണം. അങ്ങനെ അവര് ഹോട്ടലിൽ കയറി കഴിക്കാൻ കയറി. ഈ സമയത്ത് അലീനയ്ക്ക് വേണ്ടെന്ന് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അലീന പറഞ്ഞു, മനുവേട്ടന്റെ ഇഷ്ടം, മനുവേട്ടൻ എന്താ പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് അത് മതി എന്ന് പറയണം. അങ്ങനെ മനുശങ്കർ അലീനയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്ത് മനുശങ്കർ അലീനെ കഴിക്കുന്നതൊക്കെ നോക്കിയിരിക്കണം. അപ്പോഴേക്കും അലീന ചോദിച്ചു, ഇതെന്താ മനുവേട്ടൻ കഴിക്കണില്ലേന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാം പറയണ. അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു യാത്ര തന്നെയായിരുന്നു അത്. മനുശങ്കർ പറയുകയും ചെയ്തു, എന്താണെങ്കിലും ഞാൻ ഇത്ര സന്തോഷിച്ച ഒരു യാത്ര ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, അതെന്താ? അതൊക്കെ അങ്ങനെയാന്ന് പറയണം. അലീനയ്ക്ക് കാര്യം എന്താണെന്നറിയാം. പിന്നീട് അവർ കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മനുശങ്കർ ആദ്യമായിട്ടല്ലേ ആ വീട്ടിലേക്ക് പോകുന്നേ. രേവതിക്കുട്ടിയെ മാമച്ചനും ഗ്രേസമ്മയൊക്കെ അറിയാമെങ്കിലും ആ വീട്ടിലേക്ക് പോകുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അലീനയ്ക്ക് ഒരു ചെറിയ ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ മനുവേണ്ടൂടെ കയറി ചെന്ന് കഴിയുമ്പോൾ അവരൊക്കെ എന്ത് വിചാരിക്കും? അങ്ങനെ കാറിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് മനുശങ്കറോട് തന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം അലീന പറയുകയും ചെയ്തു. മനുവേട്ട, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചു. എന്ത് വേണം വിചാരിച്ചോട്ടെ, ഇനിയിപ്പോ വേണേ കല്യാണം കഴിഞ്ഞാന്നും വിചാരിച്ചോട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഇതേ മനുവേട്ട വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്താ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാനെന്ന് അങ്കിളിനോട് പറഞ്ഞാൽ മതി, അങ്കിളിന് 100 വട്ടം സമ്മതമാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, ആഹാ കൊള്ളാലോ, മനസ്സിലിരിപ്പ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. മനുശങ്കർ ചോദിച്ചു, അതെന്താ എന്റെ മനസ്സിലിരിപ്പ് കൊള്ളത്തില്ലേന്ന് ചോദിക്കുകയാണ്. അലീന അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് അലീന പറഞ്ഞു, എന്നെ ആ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടോളാം, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ കയറി ഇങ്ങോട്ട് വന്നേനം. ഓ, നിനക്ക് അത്രയ്ക്ക് ചാടയാണ്, എങ്കിൽ ശരി ഞാൻ അങ്ങ് പോയേക്കാം, നീ അങ്ങോട്ട് കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടം വരെ വന്നല്ലേ, കയറിയിട്ട് പോയാൽ മതി എന്ന് പറയണം. അലീനയ്ക്ക് അറിയാം മനുശങ്കർ വരുമെന്ന്. അങ്ങനെ അവര് പോയി കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പൊ അലീന വരുന്ന കാര്യങ്ങളൊന്നും രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോ രേവതിക്കുട്ടിയാണ് വന്ന് കഥ തുറക്കുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഓടി വന്ന് അലീന ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ മനുശങ്കർ ഒരടി ഇങ്ങോട്ട് മാറി നിന്നു. അവരുടെ സന്തോഷ പ്രകടനങ്ങൾ കഴിയട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കെട്ടിപ്പിടുത്തവും കരച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രേവതിക്കുട്ടി മനുശങ്കറിനെ നോക്കുന്ന പോലും. ഇത് മനുവേട്ടനോ? അപ്പൊ മനുവേട്ടന്റെ കൂടെയാണോ ചേച്ചി വന്നേന്ന് ചോദിച്ചു.
അതേന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞതേ മനുവേട്ടൻ ഇവിടെ ജോലി കേട്ട് വന്ന അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെയും കൂടെ കൊണ്ടുവന്നാന്ന് പറയണ. ബാബ കയറി വരാൻ പറയണ. അങ്ങനെ അകത്തേക്ക് പോയിട്ട് രേവതിക്കുട്ടി അവിടെ കിടന്ന് അറവാണ്. അങ്കിള് ആന്റി ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇത് ആരാ വന്നേക്കുന്നത് നോക്കാനൊക്കെ പറയണം. ഗ്രേസമ്മയും മാമച്ചനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ പെണ്ണിന് എന്തിനാ കിടന്ന് അലറുന്നേന്നൊക്കെ ചോദിച്ചോണ്ട് ഇറങ്ങി വരുമ്പോ മനുശങ്കരെ അലീനയും കാണുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. ആഹാ ഇതാര്, മനു അലീനയോ, നിങ്ങൾ എപ്പോ വന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവരും കൂടെ ഇറങ്ങി വന്നു. പിന്നീട് അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസം പറഞ്ഞു, അല്ല നീ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ, ഇവർക്ക് കുടിക്കാനൊന്നും കൊടുക്കണില്ലെന്ന് ചോദിച്ചു. അയ്യോ ഞാനതും കൂടെ മറന്നെന്ന് പറയണ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, വേണ്ട ഞങ്ങളിപ്പൊ കഴിച്ചോളെന്ന് പറയണ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗ്രേസം പറഞ്ഞു, അല്ലേ വേണ്ട നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞാൻ എടുക്കാന്ന് പറഞ്ഞോണ്ട് ഗ്രേസമ്മ കുടിക്കാനൊക്കെ പോയി എടുക്കണം. ഈ സമയം രേവതിക്കുട്ടി പറഞ്ഞു, അല്ലേനി ചേച്ചിക്ക് അവിടെ സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം മാമച്ചനും ഗ്രേസമ്മയൊക്കെ വൈജയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വൈജയുടെ ആക്സിഡന്റിന് ശേഷം കാണാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലോ, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയാം ഈ പറയുന്ന വൈജയുടെ സ്വഭാവം എന്താന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങോട്ട് കാണാൻ പോലും പോവാത്തെ. അല്ലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ബാലേന്ദ്രനാണെങ്കിൽ അവര് കാണാൻ ചെന്നേരം. വൈജയന്തിയെ കാണാൻ പോകാനായിട്ട് അതിനാരും ആഗ്രഹിക്കില്ല. കാരണം വൈജയുടെ സ്വഭാവം അത്ര ഒരു സ്വഭാവം തന്നെയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ മാമച്ചൻ ചോദിച്ചു, അല്ല ഇന്നിപ്പം മനു ലീവാണോന്ന് ചോദിക്കണം. ലീവൊന്നും ആയിരുന്നില്ല, പക്ഷെ ഞാൻ അങ്ങ് ലീവ് എടുത്തെന്ന് പറയണ. പിന്നീട് അലീനോട് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ചേച്ചി എന്നാ പോണെന്ന് ചോദിക്കാം. നാളെയോ, നാളെ പോണ്ട, ഒരു ദിവസം അവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ. അതെ അങ്കിളിനെ വേണം ഞാൻ വിളിച്ചു ചോദിച്ചോളാം, ഒരു ദിവസം നിന്നിട്ട് പോയാൽ മതി. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അതെ അവൾ ഇവിടെ എത്ര ദിവസം വെള്ളം നിന്നോളൂ, ഇനിയിപ്പം നീ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട അവളെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്കുട്ടി പറഞ്ഞു, അതെ എന്റെ ചേച്ചിയാ എന്നൊക്കെ പറയണം. ഗ്രേസം പറഞ്ഞു, അല്ലെന്ന് ആര് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയും മാമച്ചനും കൂടെ അങ്ങ് എഴുന്നേറ്റ് പോവാണ്. അവരോട് സംസാരിച്ചോളാം പറഞ്ഞിട്ട്. അവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ. അങ്ങനെ രേവതിക്കുട്ടി എന്ത് ചെയ്തു, അലീനയെ മനുശങ്കറിനെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് രേവതിക്കുട്ടിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ടാ വിളിച്ചോണ്ട് പോന്നെ. ഈ സമയം അലീന ചോദിച്ചു, എന്താടി ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്ന, നിനക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നലോ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്കുട്ടി പറഞ്ഞു, എനിക്ക് പറയാനുണ്ട് ചേച്ചി എന്ന് പറയണ. എന്താ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ ചേച്ചി എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, നീ പറഞ്ഞല്ലേ രേവതിക്കുട്ടി എനിക്ക് അറിയത്തോളം എന്ന് അലീന ചോദിച്ചു. അത് പിന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയണ. സംഭവം എന്ത് സംഭവം? അതെ എന്നെ അന്വേഷിച്ച ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നിന്നെ അന്വേഷിച്ചോ? എന്തിന്? പിന്നീടാണ് രമേശൻ നായർ വന്ന കഥകളൊക്കെ രേവതിക്കുട്ടി അലീനയോട് പറയണേ. അങ്കിളും ആന്റി എന്നോട് ആദ്യം ഇത് പറഞ്ഞില്ല, പക്ഷേങ്കില് പിന്നെ അവരെന്നെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ചകൾ സഹിതം പറയുവാണ് രമേശൻ നായരുടെ മരുമോള് കുടിച്ചു കൂത്താടി ഇരുന്നതും അതിനുശേഷം തന്റെ അച്ഛനെ കാണാൻ പോയതുമായ കാര്യങ്ങളൊക്കെ. അലീന ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. മനുഷ്യങ്ങോട്ട് അത്ഭുതമായിരുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞപ്പത്തേനും. അലീന ചോദിച്ചു, നീ എന്നിട്ട് നിന്റെ അച്ഛനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ കണ്ടു ചേച്ചി, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഒരു സഹതാപമൊക്കെ തോന്നി, പക്ഷെ ആരാ എന്താണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എന്നോട് മാപ്പൊക്കെ ചോദിച്ചു, എന്റെ കയ്യിലൊക്കെ പിടിച്ച്. പക്ഷെ ഞാൻ ആദ്യം ഓർത്തു എന്നോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നെന്ന് അയാള്. പിന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ എന്നോട് ആന്റി പറഞ്ഞത് അതെന്റെ അച്ഛനാന്നുള്ള കാര്യം. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല അവർക്ക് എങ്ങനെയാ മനസ്സിലായത് നീ അവരുടെ മോളാന്നുള്ള കാര്യം? അതെ ഈ പറയുന്ന രമേശൻ നായർ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, കുറെ ഓർഫനേജിലൊക്കെ കയറി ഇറങ്ങിയായിരുന്നു പോലും. അപ്പം എന്നെ അന്ന് എന്റെ അമ്മ അവിടെ കൊണ്ടായിരുന്നു ഏൽപ്പിച്ചേ ആ ഓർഫനേജില്. പിന്നീട് ആ കാര്യങ്ങളും കഥകളൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അലീന ചോദിച്ചു, എന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേവതിക്കുട്ടി പറഞ്ഞു, എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറയണം. ആത്മഹത്യ ചെയ്തെന്നോ? അതെ. അച്ഛൻ അവിടെ നിന്ന് ഇറക്കി, അച്ഛനും മുത്തച്ഛനും എല്ലാരും ചെന്ന് അവിടുന്ന് ഇറക്കി വിട്ട സമയത്ത് വേറൊരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോ എന്നെയും കൂടെ പോയി. പക്ഷേങ്കില് ഒടുവില് അമ്മയ്ക്ക് എന്തോ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോ അമ്മ കുഞ്ഞിനെ വേറെ ഏൽപ്പിച്ചിട്ട് അമ്മ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേ. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കും ഭയങ്കര വിഷമമായിപ്പോയി. രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം അലീന പറഞ്ഞു, ശരിക്കും പറഞ്ഞ ഇപ്പൊ നിനക്കൊരു അച്ഛനെ കിട്ടിയില്ലേ, നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിച്ചു. എവിടുന്ന്? എനിക്ക് ഒരിക്കലും സന്തോഷമല്ല. കാരണം എന്താണെന്നറിയാവോ, എന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ കാരണം ആരാ? അവരല്ലേ. ഒരു പക്ഷെ എന്റെ അച്ഛൻ എന്റെ അമ്മയെ നോക്കുമായിരുന്നെങ്കിൽ എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമായിരുന്നു? ഒരിക്കലും ഇല്ല. അതിനൊക്കെ ആയിരിക്കും എന്റെ അച്ഛൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കണേന്ന് പറയാണ്.
ഇത് കേട്ടപ്പോ അലീന പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് മോളെന്ന് പറയണ. ഞാൻ എങ്ങനെ പറയാതിരിക്കും ചേച്ചി? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിക്കും അമ്മയുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായിരുന്നു. ഒരമ്മയുടെ സ്നേഹം കിട്ടാനായിട്ട് ആരാ ആഗ്രഹിക്കാത്തെ? ഇപ്പോഴോ ഇവിടെ എനിക്ക് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടുന്നുണ്ട്. ഗ്രേസമ്മാന്റെയും മാമച്ചനങ്ങളും എന്നെ അങ്ങനെ നോക്കുന്നേ. ഒരിക്കലും അവരെന്നെ വിട്ടുകൊടുക്കത്തില്ല. അവരെ വിട്ടിട്ട് ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല. ഇഷ്ടം പോലെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അവിടെ ചെല്ലുവാണെങ്കിൽ എനിക്കത് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ല. എനിക്കൊന്നും കിട്ടിയില്ലേ വേണ്ടില്ല. ഇവിടുത്തെ അടുക്കളക്കാരിയായിട്ട് ജോലിക്കാരിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കും. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ വന്നിട്ട് ഇത്രയും നാളായി ഇതുവരെയായിട്ട് ഞാൻ ജോലിക്കാരിയായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ വീട്ടുകാരിയായിട്ടാ. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ നടക്കണേ. എന്നെ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നു. അവര് അങ്കിളും ആന്റിയൊക്കെ എന്നെ മകളെ പോലെ കരുതുന്നു. ഇത്ര നല്ല സ്നേഹം ഇട്ടിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോകും തോന്നുന്നുണ്ടോ? എനിക്ക് ഒരിടത്തേക്കും പോകണ്ട ചേച്ചി. അല്ലെങ്കിൽ ഇത്രയും നാൾ അവരെവിടെയായിരുന്നു? എന്നെക്കുറിച്ച് ഒരിക്കലെങ്കിലും അന്വേഷിച്ചോ? മരിക്കാൻ തുടങ്ങുന്ന സമയത്തല്ലേ എന്റെ അച്ഛൻ പോലും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അല്ലായിരുന്നെങ്കിലോ എന്നെക്കുറിച്ച് ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നു പറയാണ്. അത് കേട്ടപ്പോ മനുഷ്യങ്ങൾ പറഞ്ഞു, അത് ശരിയാ രേവതിക്കുട്ടി പറഞ്ഞേ. രേവതിക്കുട്ടിയുടെ ഭാഗത്താണ് ഞാനും നിൽക്കുന്നത്. അതങ്ങൾ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമില്ല. പോരാത്തേന് അങ്കിളും ആന്റിയൊക്കെ ആണെങ്കിലും രേവതിക്കുട്ടിയെ നല്ല ഭംഗിക്ക് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണം. അലീന പറഞ്ഞു, എന്നാലും ഒരു പക്ഷേങ്കില് ഇപ്പോഴായിരിക്കും മരിക്കാൻ ആ സമയത്തായിരിക്കും നിന്റെ അച്ഛന് ഇതുപോലെയുള്ള ബോധോദയൊക്കെ ഉണ്ടാകുന്നേ, മോളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നേ. എന്നിട്ട് എന്താ ചേച്ചി കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്നൊക്കെ ചോദിച്ചു. പിന്നീട് രേവതിക്കുട്ടി കരയുവാണ്. അലീന രേവതിക്കുട്ടിയെ ആശ്വസിപ്പിച്ചു. സാരമില്ല പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇത്രയും കാലം കിട്ടാതെ പോയ സ്നേഹം ഇവിടുന്ന് നിനക്കിപ്പോ കിട്ടുന്നുണ്ടല്ലോ, അത് മതി, നീ സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് മനുഷ്യങ്ങൾ പോകാനിട്ട് ഇറങ്ങുന്നത്. പക്ഷേങ്കിൽ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ ആഹാരമൊക്കെ കഴിപ്പിച്ചിട്ടാണ് മനുഷ്യങ്ങളെ വിടുന്നത്. അപ്പം മനുഷ്യങ്ങൾ പോകുന്ന സമയത്ത് അലീനയും കൂടെ ആ കൂടെയും കൂടെ ചെല്ലുവാണ്. അപ്പോഴേക്കും അലീന വിളിച്ചു, അല്ല ഇനി എന്നാ തിരിച്ചെന്ന് ചോദിക്കണം. അവൻ പറഞ്ഞു, അറിയില്ല, അച്ഛനോടൊന്ന് വിളിച്ചു ചോദിക്കണം. മിക്കവാറും നാളെ പോവും, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോ മനുഷ്യങ്കർ പറഞ്ഞു, മറ്റന്നാളാണെങ്കിൽ ഞാനും കാണുമായിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണം. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, വേണ്ടാന്ന് പറയാ. അതെന്താ, എന്റെ കൂടെ വരാൻ മടിയാണോ? ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു മടിയില്ലായിരുന്നല്ലോ. മടിയൊന്നും ഇല്ല മനുവേട്ടാ. അത് പിന്നെ അതെ, ഇത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ തിരികെ കൊണ്ടുപോകാനും എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് പോയാൽ മതി, ഞാൻ വിളിക്കാൻ വരാന്ന് പറയണം. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ടാണ് മനുഷ്യങ്കർ പോകുന്നത്. മനുഷ്യങ്കർ പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി അലീനോട് ചോദിച്ചു, അല്ല അലീന ചേച്ചി, ഈ മനുവേട്ടൻ ആള് പൊളിയാണല്ലേന്ന് ചോദിക്കണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മനുവേട്ടന്റെ നോട്ടവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന് പറയണം. അതെന്താ? അലീന ചേച്ചിയെ ആൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതേ രേവതിക്കുട്ടി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അനാവശ്യമല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിയെ കൂട്ടിപ്പിടിച്ച് അവൾ നിമ്മടെ വരെ കൂട്ടിക്കൊണ്ട് വരുവോ? പിന്നെ പോയപ്പോ എന്താ പറഞ്ഞേ? കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ല, കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അലീനയ്ക്കും അതറിയായിരുന്നു, മനുഷ്യങ്ങനെ ഇഷ്ടമാന്നുള്ള കാര്യം അലീനയ്ക്കും അറിയായിരുന്നു. പക്ഷെ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.